പ്രിയമുള്ളവരെ, ഇതാണ് എന്യൂമറേഷൻ ഫോം. ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്ന അവരുടെ ഫോട്ടോ, അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്നൊരു ഫോമാണ്. ഇതാണ് നാം പൂരിപ്പിച്ച് നൽകേണ്ടത്. ഇവിടെ കാണാം ജനനത്തീയതി, ആധാർ ഓപ്ഷനിലാണെങ്കിലും ആധാർ ഫില്ല് ചെയ്യണം, അതായിരിക്കും നല്ലത്. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നൽകുക. ആ വ്യക്തിയുടെ പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര്, എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഐ ഡിയിൽ കാണുന്ന മിക്കവാറും ഒരു WYO എന്നിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു നമ്പറാണ്. ആ നമ്പർ അവിടെ ഫില്ല് ചെയ്യുക. മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ, പങ്കാളിയുടെ വിവാഹിതൻ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്. ഇതാണ് ഈ ഫസ്റ്റ് സെക്ഷനിൽ ചെയ്യേണ്ടത്. അതോടൊപ്പം ഈ വ്യക്തി 2002 വോട്ട് ചെയ്ത ആളാണെങ്കിൽ, 40 വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകും. ആ ബൂത്തിൽ നിന്ന് എടുക്കുന്ന ഡീറ്റെയിൽസാണ് ഇവിടെ. അതായത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ, അതായത് 2002 ഡീറ്റെയിൽസാണ് ആ വ്യക്തിയുടെ ഇവിടെ വേണ്ടത്. അതായത് 40 വയസ്സിന് മുകളിലുള്ള ആൾക്ക് അതുണ്ടാവുകയുള്ളൂ. അപ്പോൾ അന്നത്തെ ആ വോട്ടർ പട്ടികയിലെ വോട്ടറുടെ പേര്, എപ്പിക് നമ്പർ, അന്ന് നൽകിയിരിക്കുന്ന ബന്ധുവിൻ്റെ പേര്, ആ വോട്ടർ പട്ടികയിൽ നൽകിയിരിക്കുന്ന ബന്ധുവിൻ്റെ പേര്, ബന്ധം, ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് 3 കോളംസ് കാണാം. അന്നത്തെ വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, ഭാഗം നമ്പർ, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. ഇത്രയും ഡീറ്റെയിൽസാണ് നൽകേണ്ടത്. 40 വയസ്സിന് മുകളിലുള്ളവർ. 40 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അവർ ആണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഈ വ്യക്തിയുടെ റിലേറ്റീവ്സിൻ്റെ നെയിം. അത് ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ അല്ല, അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ നൽകാം. അവർ നിർബന്ധമായും 2002 ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ ഉള്ളവരായിരിക്കണം. ഇവിടെ കാണാം അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ്. ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ, അല്ലാതെ ഏതെങ്കിലും ബന്ധുവിൻ്റെയോ ഒന്നുമല്ല. അന്ന് വോട്ടർ പട്ടികയിൽ പേരുള്ളവരായിരിക്കണം 2002. അവരുടെ പേര്, ഇപ്പോൾ ഈ വ്യക്തിയുടെ അച്ഛൻ്റെ പേരാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ അച്ഛൻ്റെ പേര്, അവരുടെ എപ്പിക് നമ്പർ, അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേര്, അതായത് 2002 വോട്ടർ പട്ടികയിൽ ഏത് ബന്ധുവായിരുന്നോ, ബന്ധുവിൻ്റെ പേരാണോ വോട്ടർ പട്ടികയിൽ നൽകിയിരുന്നത്, ആ ബന്ധുവിൻ്റെ പേര്, അവരുമായുള്ള ബന്ധം, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. താഴത്തെ ഒരു 3 കോളവുമുണ്ട്. അവിടെ അന്നത്തെ ആ വ്യക്തിയുടെ ക്രമ നമ്പർ, ഭാഗം നമ്പർ, നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഇത്രയും ചെയ്ത് താഴെ കാണുന്ന വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിൻ്റെയോ ഒപ്പ് എന്നെടുത്ത് ഒപ്പുമിട്ട് ആണ് BLOയെ തിരിച്ച് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. അത് BLO വരുമ്പോൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം പരമാവധി ആളുകൾ ഈ ഡീറ്റെയിൽസ് പൂർണ്ണമായും കണ്ടെത്തി എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫോംസുമായി വരുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് ഫില്ല് ചെയ്യാൻ സാധിക്കും. ഈ താഴ്പറഞ്ഞ ഡീറ്റെയിൽസ് BLOയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിക്കാൻ അവസരമുണ്ട്. അത് കണ്ടെത്തി വെക്കുകയാണെങ്കിൽ അവർക്ക് മറ്റൊരു രേഖയും ഹാജരാക്കാതെ ഡിസംബർ 9 വരുന്ന കരട് പട്ടികയിൽ ഡയറക്റ്റ് അവർ എത്തും. അല്ലെങ്കിൽ വലിയ പ്രോസസ്സൊന്നും അല്ലെങ്കിലും ചെറിയ ഹിയറിംഗ് ഉൾപ്പെടെ അവർ പോകേണ്ടി വരും. അപ്പോൾ അതിലേക്ക് പോകാതെ ഈ ഡീറ്റെയിൽസ് വളരെ എളുപ്പത്തിലല്ല, കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് കണ്ടെത്തുവാണെങ്കിൽ എളുപ്പമായിരിക്കും എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഡീറ്റെയിൽസ് എല്ലാം എല്ലാ വീട്ടുകാരും ഉടൻ തന്നെ കണ്ടെത്തി സൂക്ഷിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പ്രോസസ്സ് പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഓരോരുത്തരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് ആത്മാർത്ഥമായി കണ്ടെത്തി വെക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.